ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് മട്ടൻ പെരളൻ. അതിനായിട്ട് 1 കിലോ മട്ടൻ്റെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഒരു അരമണിക്കൂറൊക്കെ. അപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഇത് ഷാലറ്റ്സ് ഒക്കെ 2 ഷാലറ്റ്സിന് ഇത് ഞാനിതിങ്ങനെ പേളോണിയൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുക. ചെറിയ കഷ്ണം ജിഞ്ചർ, 2 ഗാർലിക്ക്, 2 ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീഫ്, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെപ്പർകോൺസും കുറച്ച് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതിനകത്തിട്ട് ചതച്ചിട്ട് കുറച്ച് സാൾട്ടും ഇട്ട് നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാദ്യം ഒന്ന് അരച്ചിട്ട് വരട്ടെ. അരയ്ക്കാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് നന്നായിട്ട് ഇട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോവാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ്. ഓക്കെ, 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലിപ്പം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമുക്കിത് ഒരിത്തിരി വെള്ളം, ഓക്കെ, മട്ടന് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വെക്കാം. ഞാനിപ്പം കലത്തിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, മട്ടന് വേവുണ്ടല്ലോ എന്തായാലും. ഇപ്പം നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയല്ലേ, ഇതിനകത്ത് ഉപ്പിട്ടിട്ടാണ് നമ്മൾ അത് എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് നന്നായിട്ടത് വെന്ത് വരട്ടെ. ഓക്കെ, നിങ്ങളിപ്പോൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് നോക്കുക. ഞാൻ കലത്തിൽ വെച്ച് സാധാരണ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ കലത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇനി അഡീഷണലായിട്ട് ആഡ് ചെയ്യൊന്നും വേണ്ട ഇപ്പം. ഓക്കെ, ഇപ്പം നോക്കാം, നമുക്ക് വെന്തിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേ മട്ടനവിടെ വെന്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കിതേ 1.5 കപ്പ് പേളോണിയനും ഒരു 5 പീസ് ഗാർലിക്കും ചെറിയ കഷ്ണം ജിഞ്ചറും കുറച്ച് കറി ലീഫും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ ഫെനൽ സീഡ്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർകോൺസും, 7 ക്ലോവ്, സിനമൺ, കാർഡമ. ഓക്കെ, ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ മട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടപ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഓണിയൻ 1.5 കപ്പ് ഓണിയൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ ഗ്രീൻ ചില്ലി, ഗാർലിക്കും ജിഞ്ചറൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മട്ടൻ ഇവിടെ റെഡി ആയിട്ടിരിക്കണ്ട, ഇത് വെള്ളം വേണ്ടല്ലോ, വെള്ളം പോലെ വെക്കാൻ. ഓക്കെ, അപ്പം മട്ടൻ റെഡി. ഞാനിപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വെച്ച് നമുക്ക് ബാക്കിയൊക്കെ വഴറ്റിയെടുക്കാം. ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, നമുക്ക് ആദ്യം കറി ലീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പം നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ കറി ലീഫ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ കറി ലീഫ് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പേളോണിയൻ അരിഞ്ഞ് വെച്ച പേളോണിയൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ ചെറിയ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേന് ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്നില്ല. അപ്പോഴത്തേന് നമുക്ക് ജിഞ്ചറും ഗാർലിക്കൊക്കെ ഇട്ടെടുക്കാം. ഓക്കെ, ഗാർലിക്കും ഗ്രീൻ ചില്ലിയെല്ലാം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഈ ഗാർലിക്കൊന്നും ഇങ്ങനെ കരിയല്ലോ. ഓക്കെ, വേണാവാതെ നോക്കണം. നമുക്കിതൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് ഒന്ന് വറുക്കാൻ പോകും. ഓക്കെ, മസാല ഇട്ട് കൊടുത്തത് ചൂടായിട്ട് നമുക്ക് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ ഓണിയനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഈ മസാല വറുത്ത് വന്നിട്ടുണ്ടൊക്കെ ഞാൻ പൊടിച്ചെടുക്കാൻ പോവാം. വറുത്ത് പൊടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, വറുത്തത് പൊടിച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാൻ പോവാം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു ഡ്രൈ റെഡ് ചില്ലി, അതൊന്ന് പൊടിച്ച് ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇടാൻ. ഓക്കെ,
ഈ ഓണിയൻ നമ്മൾ വഴറ്റി വെച്ച ഓണിയൻ ഇല്ല അതിനകത്തോട്ട് ആ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ മസാലകളൊക്കെ ഈ ഫ്ലേക്സിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ച ബാക്കിയുള്ള റെഡ് ചില്ലി കൊറിയാണ്ടർ പൗഡർ പെപ്പർ പൗഡർ കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തൊക്കെ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാക്കിയാൽ മതി കേട്ടോ. അത് മിക്സ് ചെയ്താൽ ഇപ്പോൾ 2-3 മിനിറ്റ് ഞാനിതൊന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ മട്ടൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ച മട്ടൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് വെള്ളമേ ഉള്ളൂ, ബാക്കിയൊക്കെ നന്നായിട്ട് വെച്ചിട്ട് എടുത്തതൊക്കെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം മസാലയും എല്ലാം ഇട്ടിട്ടില്ല, നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് അടച്ച് വെക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് ഇപ്പം 2-3 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കടുക് വറുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കടുക് വറുത്തൊന്ന് വയ്ക്കുക. കടുക് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് മട്ടനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. കടുക് വറുത്തതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയും കടുകും മുളകും ഉള്ളിയൊക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ യമ്മി ആയിട്ടുള്ളൊരു മട്ടൻ വെള്ളം റെഡിയായി. നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാം. നിങ്ങളും ഇത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല റിയലി യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ വെള്ളൻ ഉണ്ടാക്കാം. മട്ടൻ വെള്ളൻ റെഡി ആയിട്ടിരിക്കുന്നു. നല്ല യമ്മി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ വെള്ളൻ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടോ അല്ലെങ്കിൽ പ്ലെയിൻ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. ഓക്കെ, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.